ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും തിരുവചനത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. 126 സങ്കീർത്തനം 3 വാക്യത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന പകലായി തീരട്ടെ. നിങ്ങൾക്കറിയാമോ, ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഞങ്ങളിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഒരു വർഷം അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. വാസ്തവത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവ പൈതലിനും ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് സന്തോഷത്തോടെ പറയുവാൻ കഴിയും: ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ അവസാനത്തെ മാസം വരെ ഒരു കാര്യത്തിലല്ല, പല കാര്യങ്ങളിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. പ്രിയരെ, ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ പണം കൊണ്ടോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവ്. ആമേൻ. സങ്കീർത്തനക്കാരൻ അതാണ് പറയുന്നത്: യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് പറയുവാനുള്ള ആലോചന ഇതാണ്: ഇന്നലകളിൽ വൻ കാര്യങ്ങളെ ചെയ്തൊരു ദൈവമല്ല, ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള മഹാദൈവം. ആമേൻ. നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് ആകുലതയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 126 സങ്കീർത്തനത്തിലെ 1 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്: ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ, ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ, ദൈവം ഞങ്ങളെ സഹായിക്കുവാൻ, ദൈവം ഞങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ വാസ്തവത്തിൽ മാനുഷികമായ ഒരു അധ്വാനവും അതിനകത്തില്ലായിരുന്നു. മാനുഷികമായ ഒരു ഇടപെടലും അതിനകത്ത് നടന്നില്ല. ദൈവിക വിടുതൽ പ്രാപിച്ച ഞങ്ങൾ എങ്ങനെയായിരുന്നെന്നറിയാമോ? ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ആമേൻ. നിശ്ചയമായിട്ടും പ്രിയരെ, വലിയ ദൈവ പ്രവർത്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി നൽകി തരുന്ന ദൈവകൃപയുടെ പകലായി തീരട്ടെ. അപ്പോസ്തലപ്രവൃത്തി 12 അധ്യായം വായിക്കുമ്പോൾ ഇതിന് തുല്യമായൊരു സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിനകത്തിട്ടിരിക്കുമ്പോൾ പത്രോസിന്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ചാപ്റ്ററാണ് അപ്പോസ്തലപ്രവൃത്തി 12 അധ്യായം. തിരുവചനം എഴുതിയിരിക്കുന്നത്: അന്ന് രാത്രി കാരാഗൃഹത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുവാനിടയായി തീർന്നു. ഞാൻ ഉറപ്പോടെ പറയാം, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയാൽ വൻ കാര്യങ്ങൾ നടക്കുവാനിടയായി തീരും. ആ ഭാഗം വിശദീകരിക്കുമ്പോൾ തിരുവചനം പറയുന്നത്,
ആ വിടുതലിനകത്ത്, ആ അത്ഭുതത്തിനകത്ത് വാസ്തവത്തിൽ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന് ഒന്നും ചെയ്യുവാനില്ലായിരുന്നു. അഥവാ പത്രോസിന് വേണ്ടി ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. 12-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസിനെ ഒടുക്കിക്കളയുവാൻ, നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ പീഡനമഴിച്ചുവിട്ട ഹെരോദാവും കൂട്ടരും പത്രോസിനെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കുമ്പോൾ സഭയ്ക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി ആകുലതയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഞാനൊരു ആലോചന പറയാം. ദൈവം വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട് വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. 5-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 6-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. ഭയാനകമായ കാരാഗ്രഹത്തിനകത്ത് അപ്പോസ്തലനെ പിടിച്ചിട്ട് പുറത്തു വരുവാൻ കഴിയാത്ത നിലയിൽ സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമായിരിക്കുമ്പോൾ എപ്പോഴാണോ പത്രോസിനെ ഒടുക്കിക്കളയുന്നതിന് വേണ്ടി ശത്രു ആലോചന കഴിച്ചത്, അതിന്റെ തലേ രാത്രി ദൈവം ഇടപെടുവാനായി തുടങ്ങി. നിശ്ചയമായിട്ടും ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ വെളിപ്പെടട്ടെ. തിരുവചനം എഴുതിയിരിക്കുന്നത് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസിന് സുബോധം വന്നിട്ട്, വാസ്തവത്തിൽ പത്രോസ് സ്വപ്നം കാണുന്നവനെ പോലെയായിരുന്നു. പത്രോസിന്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ചങ്ങല അഴിഞ്ഞു വീണപ്പോൾ പത്രോസ് കൂടെ സഹായിച്ചു കൊടുത്തു എന്നല്ല, പത്രോസിന്റെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെട്ടപ്പോൾ പത്രോസ് വാസ്തവത്തിൽ സ്വപ്നം കാണുന്നവനെ പോലെയായിരുന്നു. ഈ വിടുതലുകളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വിരലനക്കാൻ പോലും ലോകത്തിൽ ആരുമില്ല എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ വൻ കാര്യങ്ങളെ ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ചെയ്യുക തന്നെ ചെയ്യും. 10-ാം വാക്യം എഴുതിയിരിക്കുന്നത്, 1-ാം കാവലും 2-ാം കാവലും കടന്നു. കടക്കാൻ പറ്റാത്ത, പിന്നിടാൻ പറ്റാത്ത, മുന്നേറാൻ പറ്റാത്ത കാവൽ കൂട്ടങ്ങളെ കടക്കുവാൻ പത്രോസിനെ ബലപ്പെടുത്തി. അടുത്ത പദം, പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ഇപ്പോൾ പത്രോസ് ഒറ്റയ്ക്കല്ല, പത്രോസിന്റെ കൂടെ ദൈവത്തിന്റെ ദൂതനുണ്ട്. ഈ വർഷത്തിന്റെ അവസാനം പ്രിയരെ, നാം ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ബൈബിൾ പറയുന്നു, ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ഇന്ന് വരെ തുറക്കാത്തത്, മുൻപിലേക്ക് വിടത്തില്ലെന്ന് പറയുന്നത്, അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ച് തല ഉയർത്തി നിൽക്കുന്നത്, ദൈവകൃപയാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ നടന്നിട്ട് സ്വതവേ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലരോടുള്ള വ്യക്തിപരമായ ആലോചനയായി മാറട്ടെ. സ്വതവേ ചിലത് തുറന്നു വരട്ടെ. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ആമേൻ. ഇരുമ്പ് ഗേറ്റ് തുറന്നു എന്ന് മാത്രമല്ല, പുറത്തിറങ്ങി. അവൻ പുറത്തു വന്നു. ബന്ധനമഴിഞ്ഞു, കെട്ടുകൾ പൊട്ടി, സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ വൻകാര്യം കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ ഈ രാവിലെ ചെറിയ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ പെട്ടുപോയ ഇടങ്ങളിൽ നിന്ന്, ഒതുക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ചിലർ പുറത്തു വരട്ടെ. ആമേൻ.
ബൈബിൾ എഴുതിയിരിക്കുന്നത് വൻ കാര്യങ്ങളെ ചെയ്യുന്ന മഹാദൈവത്തെ കുറിച്ചാണ്. ഇന്ന് പകൽ പ്രിയരെ, ദൈവത്തിൽ ശരണപ്പെടാമോ? ആശ്രയം ദൈവത്തിൽ വയ്ക്കാമോ? യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ വലിയ ചില ദൈവപ്രവൃത്തികൾ സ്വന്തമാക്കേണ്ടതിന് ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം ദൈവത്തോട്. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ മീതെയും ദൈവത്തിന്റെ കൃപമേൽ കൃപയായി വ്യാപരിക്കപ്പെടുന്നത് കൊണ്ട് നന്ദി. ബലമുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.